ഹലോ ഫ്രണ്ട്സ്, ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ പത്തിരി ബാക്കിയായാൽ തട്ടിക്കൂട്ടാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഇട്ടത്. ഇത് എത്ര പത്തിരിയാണ് കേട്ടോ ബാക്കിയുണ്ടായത്. ഇത് കാണുന്ന പോലെ ഒന്നല്ല, നല്ല ഹാർഡും കൂടിയാണ്. കാരണം ഞാനിത് പലമപ്പൊടി തട്ടാതെ ഉണ്ടാക്കിയ പത്തിരിയാണ്. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിമ വെച്ചുണ്ടാക്കുമ്പം പലമപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. എന്തായാലും രാവിലെ കഴിച്ചപ്പം നല്ല സോഫ്റ്റിന്, പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേന് ഭയങ്കര ഹാർഡായിന് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് തട്ടിക്കൂട്ടാൻ പറ്റിയൊരു പരിപാടിയാണ്. സംഭവം വിചാരിച്ചപ്പോൾ വളരെ സിമ്പിളാണ്. 2 പഴം ഒന്ന് വാട്ടിയെടുക്കുക. ഇത് മധുരമുള്ളൊരു പലഹാരമാണ് കേട്ടോ. അഥവാ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഇതിന് പകരം നമ്മൾ സമൂസൻ്റെ കൂട്ടൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ കൂട്ടുണ്ടാക്കിയാലും മതി. അപ്പോൾ ഞാനിവിടെ എളുപ്പപ്പണിക്ക് പഴം തന്നെ കേട്ടോ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. 2 സ്പൂൺ നെയ്യ് എടുത്തിട്ട് അത് ചൂടായി വരുമ്പം അതിലേക്ക് മുറിച്ച പഴം ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അത് വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള കൂട്ടുണ്ടാക്കാം കേട്ടോ. മിക്സിൻ്റെ ജാറിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഏലക്കായ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിലൂടെ ഏലക്കായ പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അത് ഇട്ട് കൊടുത്ത് അങ്ങനെ 1 കപ്പ് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് അവിടെ കിടക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് പഴമൊക്കെ വഴന്ന് അതിലേക്ക് തേങ്ങ ഇടുന്ന പരിപാടി നോക്കട്ടോ. പഴമൊക്കെ നല്ല ഉഷാറായിട്ട് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കട്ടെ. തേങ്ങ പറ്റങ്ങോട്ട് വറന്ന് വരുമൊന്നും വേണ്ട. പിന്നെ അത് ഫ്ലെയിം ഓഫ് ചെയ്ത് പഞ്ചസാര ഇട്ടിട്ട് അവിടെ ഒന്ന് മാറ്റി വെക്കുക. ആ ചൂടിൽ കിടന്നിട്ട് ആ പഞ്ചസാര ഒന്ന് ഉരുക്കിക്കോളും. ഇനി നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പാൻ ഉണ്ടല്ലോ, ഇതേപോലെ അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. എണ്ണ തൂവി കൊടുക്കുക. അത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, എന്നാലും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഈ പത്തിരികൾ ഓരോന്നായിട്ട് മുക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ വെക്കുന്ന സമയത്ത് ഒട്ടും ആ അടിഭാഗം കാണാത്ത രീതിയിൽ ഭയങ്കര കട്ടിയിലൊന്നും വെച്ച് കൊടുക്കണ്ട. ഇനി വേണ്ട സ്ഥലത്തേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ കീറിയിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പത്തിരിയൊക്കെ കീറി ആ ലെയർ കംപ്ലീറ്റ് താഴ്ഭാഗം കാണാത്ത രീതിയിലാക്കി കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ കുറേ പത്തിരി ഉണ്ടെങ്കിൽ ലെയറൊക്കെ ആക്കി വെച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ അതിന് മാത്രമുള്ള പത്തിരി ഒന്നും ബാക്കിയില്ല ഇനി, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ കയ്യിലുള്ള പത്തിരിൻ്റെ ഒരു പകുതിയോളം അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഫില്ലിങ്സ് അതിലാണ് ഇട്ട് കൊടുക്കുക. അതിലിട്ട് കൊടുക്കുമ്പോൾ വറ്റ വക്കത്തേക്കൊന്നും പോവാതെ ആ സെൻറ്ററിൽ തന്നെ വരുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റൊക്കെ ഒന്ന് നിരത്തി കൊടുക്കുക, പക്ഷെ നല്ല വക്കത്തേക്കൊന്നും പോവണ്ട. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള പത്തിരിയും കൂടി ഇതേപോലെ മുക്കിയിട്ട് എല്ലാം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ചെയ്യുമ്പം ഒട്ടും ആ താഴത്തെ പഴമോ അല്ലെങ്കിൽ അതിൻ്റെ അടിയത്തെ ലെയർ പത്തിരിയോ ഒന്നും തന്നെ കാണാത്ത കോലത്തിൽ ഫുള്ള് കവർ ചെയ്തിട്ട് കൊടുക്കുക. വേണ്ടി വന്നിക്കുകയാണെങ്കിൽ പത്തിരി കീറിയിട്ടും വെക്കുക, നേരത്തെ പോലെ തന്നെ കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ മൊത്തം ഒന്ന് കവർ ചെയ്യണം. ശരിക്കും ഒന്ന് കവർ ചെയ്യാൻ ഒരു 5 പത്തിരിയൊക്കെ ഉണ്ടായാൽ മതി. ഇപ്പം നിങ്ങളെ കയ്യിൽ ഒരു 10 പത്തിരി ഉണ്ടെങ്കിൽ തന്നെ ഇത് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉഷാറായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ പത്തിരിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടോ, ഇനി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ബാക്കിയുള്ള കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത്ര പണിയേ ഉള്ളൂ. അങ്ങനെ ലിഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു അരമണിക്കൂറോരും ഇത് കുക്ക് ചെയ്യണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ. ആ ഒഴിച്ചു കൊടുത്ത മുട്ടൻ്റെ മിക്സ് വന്നിടണോ നോക്കിയിട്ട് വേണം നമ്മൾക്കിത് മറിച്ചിട്ട് കൊടുക്കാനായണോ ഇല്ലയെന്ന് മനസ്സിലാവാൻ. അപ്പം ഞാനത് മറിച്ചിട്ട് കൊടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായിട്ടോ. അതുകൊണ്ട് ഈ ഫ്രൈ പാനിലേക്കാണ് ഞാനത് മറിച്ചിട്ടുള്ളത്. കാരണം മറ്റേ ഭാഗം വേവാൻ ഫ്രൈ പാനാണ് നല്ലത്. ഇനിയും കേക്ക് പാനിലേക്ക് തന്നെ ഇടുമ്പോൾ ഇനി അത് ഉടഞ്ഞു പോയാലോ പരു കരുതിയിട്ടാണ് ഫ്രൈ പാനിലേക്ക് മറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ആ അടിഭാഗം കൂടി ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് കേട്ടത്. ഇത് പത്തിരി കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് കണ്ടാൽ ആരും പറയൂല. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പത്തിരിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.